വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് അവർ ബാച്ചിലർ കുക്കിംഗ് സീരീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ മസാല കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം കുറച്ച് നല്ല ജീരകം എന്നിട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ആൻഡ് അതേപോലെ ഒരു 2 പൊട്ടറ്റോ അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് ലേശം ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതൊന്ന് വേണ്ടി വന്നു കഴിയുമ്പോൾ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് ഒന്നുകൂടെ അത് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു പിഞ്ച് ഗരം മസാല കേട്ടോ. ഗരം മസാലയുടെ ഫ്ലേവർ ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഒരു പിഞ്ച് മാത്രം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കൊരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ടൊമാറ്റോ ഇല്ലെങ്കിൽ ലേശം ടൊമാറ്റോ സോസ് ഒഴിച്ചാലും മതി കേട്ടോ. എന്നാലും ടൊമാറ്റോ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മൾ കോളിഫ്ലവർ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുത്താണ് കേട്ടോ. അങ്ങനെ വേണം നമ്മൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടാനുള്ള ഉപ്പ് മാത്രമല്ല ഇട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്ന് ഒരു മസാല പരുവാകുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കറി ഇവിടെ റെഡി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒരേപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.